വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. തിരുവില്ലാമലയിൽ പുനർജനി ഗാർഡൻസിലെ തേനീച്ചക്കൂട്ടം മൂലമുള്ള ആശങ്കയ്ക്ക് വിരാമമായി. കഴിഞ്ഞ ദിവസങ്ങളിലായി തിരുവില്ലാമല പുനർജനി ഗാർഡൻസിൽ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം മൂലം ഒരു ചുമട്ടുതൊഴിലാളി അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. കൂടാതെ മേയാനെത്തിയ ആടുകൾക്കും ആക്രമണമേറ്റു. തേനീച്ച കുത്തേറ്റ 3 ആടുകൾ പിന്നീട് മരണപ്പെട്ടു. തേനീച്ചക്കൂട് കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച രാവിലെ മുതൽ പുനർജനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലെ അംഗങ്ങൾ ഒത്തൊരുമിച്ചിറങ്ങി. അന്വേഷണത്തിൽ ഉയരമുള്ള കുടംപുളി മരത്തിൽ തേനീച്ചക്കൂട് കണ്ടെത്തി. തുടർന്ന് വനം വകുപ്പ് അധികൃതർക്ക് വിവരമറിയിച്ചു. അധികൃതർ എത്തി മരത്തിൽ നിന്ന് കൂടുകൂട്ടിയ വൻ തേനീച്ചകളെ ഒഴിവാക്കിയതോടെയാണ് ഏവർക്കും ആശ്വാസമായത്. തേനീച്ചയുടെ ആക്രമണം നേരിട്ട പുനർജനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലെ രഞ്ജിത്ത് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛനും കൂടി ബൈക്കിൽ പോവായിരുന്നു. അപ്പോൾ ആടുകൾ നന്നായിട്ട് കരയുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയതാണ് ഈ പറമ്പിൽ. ഈ ആടുകളെ നോക്കിയപ്പോഴാണ് ഈ സംഭവം. അപ്പോൾ അച്ഛനെയും ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഒരു 100 മീറ്ററോളം ഓടി. എന്നിട്ട് ഈ ചേട്ടൻ്റെ കടയുടെ അവിടെ തിരിച്ചാക്ക് നമ്മുടെ തലയിൽ പൊതിഞ്ഞിട്ടാണ് ആയത്. നമുക്ക് നമ്മുടെ ബാക്കിൽ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനും. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ട കാരണം തലയിൽ പ്രശ്നം ഉണ്ടായില്ല. അച്ഛന് തലയിൽ ഒരു 8-9 ഇതായിട്ട് കഴുത്തിൻ്റെ ഇവിടെ അതൊക്കെ ആയിട്ട് 2 ദിവസം കല്ലപ്പം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. മരങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കുടംപുളിയിൽ വലിയ കൂടിലാണ് വൻ തേനീച്ചകൾ നിലകൊണ്ടിരുന്നത്. പരുന്തുകൾ തേനിനായി കൂട് ആക്രമിക്കുമ്പോഴാണ് തേനീച്ചകൾ പുറത്തെത്തി മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം ആക്രമിച്ചിരുന്നത്. നിരവധി വീടുകളുള്ള പുനർജനി ഗാർഡൻസിൽ താമസിക്കുന്നവർക്കും വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും എന്നുവേണ്ട ഏവർക്കും ഇതിലൂടെ യാത്ര ചെയ്യാൻ ഏറെ പ്രയാസകരമായിരുന്നു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അംഗം ലിജിൻ ഫ്രാൻസിസ്, വിപിൻ തുടങ്ങിയവരും തേനീച്ച ആക്രമണ അനുഭവങ്ങളും പുനർജനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലെ അംഗങ്ങളുടെ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും സംസാരിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരുന്ത് വന്നിങ്ങനെ തട്ടിയിടുന്നത് കൊണ്ട് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ പോകുമ്പോഴും ചില ജനങ്ങൾ പോകുമ്പോഴും രാവിലെ നടക്കാൻ പോകുന്നവരും മീൻ കൊണ്ട് പോകുന്നവരും അല്ലെങ്കിൽ പച്ചക്കറിയായിട്ട് പോകുന്നവരൊക്കെ കുത്തി ഹോസ്പിറ്റലാവുകയാണ്. 3 ആടാണ് ഇതിൻ്റെ കുത്തുകേട്ട് ചത്തുപോയത്. ആടുകളല്ലേ? എന്നായിരുന്നു? അതിപ്പോൾ 3 ദിവസമായി. ഓരോ ദിവസവും ഇങ്ങനെ എടുക്കുകയാണ്. ലാസ്റ്റ് ഇവിടുത്തെ ഹൗസിംഗ് കോളനിയിലത്തെ ആൾക്കാരെല്ലാം കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഈ 100 ഏക്കർ സ്ഥലം അരിച്ചു പെറുക്കിയതിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഈ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരതിൻ്റെ ഒരു സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൾക്കാരെ തയ്യാറാക്കുന്നു. തങ്ങളുടെ കൂട്ടായ്മ മൂലം തേനീച്ചക്കൂട്ടത്തെ ഇല്ലാതാക്കി പ്രദേശവാസികൾക്കാകെ ആശ്വാസം നൽകുവാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുകയാണ് ഏവരും. തിരുവില്ലാമല പുനർജനി ഗാർഡൻസ് വെൽഫെയർ റെസിഡൻസ് അസോസിയേഷനിലെ അരവിന്ദാക്ഷൻ വിഷയങ്ങൾ വിശദമാക്കി. നമ്മുടെ പുനർജനി ഗാർഡൻസിൽ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ വൻതേൻ ഈച്ച കടന്നലിൻ്റെ രൂപത്തിലുള്ള ഏകദേശം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10ഓളം ദിവസമായി. ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലാണ് 2-3 ഇവിടെ താമസിക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിക്കൊക്കെ ഇതിൻ്റെ കുത്തേറ്റു. ഏകദേശം 2 ആടുകൾ ഇതിനകം 3 എണ്ണം ഇതിനകം അതിൻ്റെ ജീവൻ നഷ്ടമായി. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഞങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇതിൻ്റെ ഈ കൂടൊന്ന് നശിപ്പിച്ച് ഇവിടെയുള്ളവരുടെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ജയനാരായണ സി, വിപിൻ, ജോജു PG, രവികുമാർ, ദീപു, ലിജോ ഫ്രാൻസിസ്, മണിച്ചൻ, ഷെരീഫ്, സുബി പാലസ്, പ്രസാദ്, പ്രവീൺ, കൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. CCV ന്യൂസ്, തിരുവില്ലാമല.